എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളുമായാണ് വന്നേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് നോക്കിക്കഴിഞ്ഞാലേ ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് ഫുള്ള് ഇവിടുത്തെ മരങ്ങളിലെ ഇലകളൊക്കെ കളർ മാറി നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. കുറേയൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് മരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് ഈ ഒരു സമയത്ത്. എന്തായാലും നല്ലൊരു സുഖമാണ് ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അതേ പാത്തു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവളുടെ കളി കണ്ടു കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് തിരിയാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ചട്നി, സാമ്പാർ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഉണ്ടാക്കണ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കണത്. തേങ്ങയിൽ മുളകൊക്കെ ഇട്ടിട്ട് റെഡ് കളറിലുള്ള ചട്നിയാണ്. അങ്ങനെ അതൊക്കെ താളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് സാമ്പാറാണ്. എൻ്റെ സാമ്പാറിൽ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്, അധികം കഷ്ണങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഇഡ്ഡലിയും സാമ്പാറും അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ. അത് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ സാമ്പാറും അടിപൊളിയായിരിക്കണം, ഇഡ്ഡലി സോഫ്റ്റും ആയിരിക്കണം. എങ്കിലാണ് അതങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ഇഡ്ഡലി സാമ്പാർ കോമ്പിനേഷൻ. ഈ അവധി ദിവസങ്ങളിലൊക്കെ മിക്കപ്പോഴും നമ്മുടെ ഫുഡ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തന്നെയാണോ ഇരുന്ന് കഴിക്കുക. ടി വി ഒക്കെ കണ്ട് വളരെ സമയമെടുത്താണ് ഫുഡ് കഴിക്കണത്. ഇനി നമുക്കിത് ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായി. ഞാനപ്പോൾ അത് മസാല തേക്കാണ് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ 65 മോഡലിലാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നാലേ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതിലേക്ക് ഇറച്ചിയുടെ ഇതിലേക്ക് ആ മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോഴാണല്ലോ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വേഗം തന്നെ റെഡിയാക്കി വെക്കുകയാണ്. തലേന്ന് രാത്രി ഞാൻ കുറച്ച് റവ കേസരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്തു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഇടയ്ക്ക് ഉണ്ടാക്കും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആണല്ലോ ഈ റവ കേസരി എന്ന് പറയുന്നത്. നമ്മളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഷോപ്പിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചകളിലാണ് നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. പിന്നെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലും പോവാറുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഒറ്റയ്ക്കായിരിക്കും മിക്കപ്പോഴും പോകുന്നത്. ചിലപ്പോൾ ഞങ്ങളും കൂടി പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കലും ആയല്ലോ. അപ്പോൾ നമ്മളിന്ന് ആദ്യം പോണത് ബാർബർ ഷോപ്പിലേക്കാണ് കേട്ടോ, മുടി വെട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഇന്ത്യൻ ലേഡി നടത്തുന്നുണ്ട് കേട്ടോ ബാർബർ ഷോപ്പ്. അപ്പോൾ അതേ ആ കാണുന്നതാണ്, നേരെ കാണാണ്ടില്ലേ ബാർബർ ഷോപ്പ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ കുറേ ഇന്ത്യൻസുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് അവരൊക്കെ പോയി അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് ഫാർമേഴ്സ് മാർക്കറ്റിലേക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഷോപ്പ്. ഇവിടെ സാധാരണ നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനാണ് വരാറ്. നമ്മൾ ആദ്യം തന്നെ സവാള, ഉള്ളി അതിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നേക്കണം. അതൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് കപ്പ വാങ്ങിച്ചു. അങ്ങനത്തെ ഒരുപാട് നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഇതൊരു 3 ടൈപ്പ് നട്ട്സുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നട്ട്സിൻ്റെ ഒക്കെ തൊലിയോട് കൂടിയാണ് അവർ ഇട്ടേക്കണത്. ഫസ്റ്റത്തെ വാൽനട്ടാണ്. രണ്ടാമത്തത് ഏത് നട്ടാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. അതിൻ്റെ തൊണ്ടിനൊക്കെ ഭയങ്കര കട്ടിയാണ്, അത് പൊളിക്കാനേ പറ്റണില്ല. പക്ഷെ ചിലവരൊക്കെ അതിങ്ങനെ പൊട്ടിച്ചതിലിങ്ങനെ ഇട്ടേക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്ത് നട്ടാണെന്നുള്ളത് മനസ്സിലാവണില്ല. കുറേ തിരഞ്ഞപ്പോഴാണ് കേട്ടോ ഇതേ ഒരെണ്ണം കിട്ടിയത്. അത് എന്ത് നട്ടാണെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. മൂന്നാമത്തത് ബദാമാണ് കേട്ടോ. ഇതിൻ്റെ തൊണ്ടോട് കൂടി തന്നെയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ തൊണ്ടോട് കൂടിയിട്ടാണോ ആളുകൾ വാങ്ങിക്കണത്? എന്ത് പാടായിരിക്കുമല്ലോ ഇതൊക്കെ പൊളിക്കാനായിട്ട്. അങ്ങനെയും വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മളൊക്കെ ഇങ്ങനെ തൊണ്ടോട് കൂടി വാങ്ങിക്കലില്ലല്ലോ.
ഇവിടത്തേക്ക് ഷോപ്പിൽ വരുമ്പോഴേ നല്ല ക്യൂട്ടായിട്ടുള്ള ബേബീസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് അവരടുത്ത് പോയിട്ട് അവരെ അങ്ങനെ ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റൂല നമ്മുടെ നാട്ടിലെ പോലെ. ജസ്റ്റ് ഇങ്ങനെ ദൂരെ നിന്നൊരു ഹായ് ഒക്കെ പറയും, അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങളും ഫ്രോസൺ ഐറ്റംസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വന്നാലാണ്ടോ പറ്റുള്ളൂ. ഫ്രോസൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ദേ ഇത് ചക്കക്കുരു ആണ് കേട്ടോ, ഫ്രോസനാണ്. ഇനി സ്ലൈസ് ചെയ്തേക്കണ ചക്കക്കുരുവാണ് ഈ കാണുന്നത് പാക്കിൽ വന്നേക്കണത്. ഇനി പിന്നെ നമ്മൾ വാങ്ങിയത് ഗോലി സോഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലെമണിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ബർഗറിൻ്റെ ഒരു പാറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ബർഗറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇതിനു മുമ്പ് ബർഗർ ഉണ്ടാക്കിയതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇത് തേങ്ങ ചിരകിയതാണ്. പിന്നെ ഒരു ചെട്ടിനാട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കണമല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയേക്കണതാണ്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണണതാണ്, തന്തൂരി ചിക്കൻ റോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഷവർമ പോലെ ഇരിപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ അതേ ഫിഷാണ് കേട്ടോ വാങ്ങിയത്. അയിലയാണ് നമ്മൾ വാങ്ങിയത്. വലിയ അയിലായിരുന്നേ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ നോക്കിക്കേണ്ടേ അച്ചാർ, ബ്രാഹ്മിൺസിൻ്റെ 2 ടൈപ്പ് അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നാരങ്ങ അച്ചാർ, പിന്നെ അതുപോലെ തന്നെ നാരങ്ങയും ഈ ഈന്തപ്പഴവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു അച്ചാർ. ഈ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ നൂഡിൽസിൻ്റെ 2 പ്ലെയിൻ ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാഗി വാങ്ങി, അതുകൂടാതെ നമ്മൾ പ്ലെയിനും വാങ്ങി. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ 2 ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയേക്കണത്. പിന്നെ ദോശമാവ് അങ്ങനത്തെ പിന്നെ അല്ലറ ചില്ലറ വേറെയും കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഫിഷൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ പാക്ക് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് അത് കൊണ്ടുവന്ന് വച്ചപ്പോൾ തന്നെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് കാർ വാഷ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അങ്ങടാണ് കേട്ടോ പോകണം. ഏതായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ കാർ വാഷിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മാസത്തേക്കുള്ള ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ വന്ന് കാർ വാഷ് ചെയ്യാം കേട്ടോ. അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെ സമയം കിട്ടണ പോലെയൊക്കെ ഇവിടെ വന്ന് നമ്മൾ കാർ വാഷ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാക്കേജ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ അങ്ങനെ വാക്വം വെച്ചിട്ട് നമ്മുടെ കാറിൻ്റെ അകമൊക്കെ ഒന്ന് അവർ ക്ലീനാക്കി തരും. പിന്നെ ചവിട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി തരും. അതിന് ശേഷം പിന്നെ ഫുള്ള് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കാറിങ്ങനെ മൂവ് ചെയ്ത് പോണതും ബ്രഷ് വെച്ച് കഴുകണതും. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ മാത്രമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ എത്ര തവണ ഞാനിവിടെ വരുമ്പോഴേക്കും നോക്കി നിൽക്കട്ടെ അതിങ്ങനെ കാണുന്നത് നല്ല രസമോ. അതിനതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു തുടയുണ്ട്, കുറേ പണിക്കാരെല്ലാവരും കൂടിയിട്ട്. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാറ് ഫുള്ള് ക്ലീനായി വരും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ കാർ അധികം അങ്ങനെ അഴുക്കൊന്നും ആവില്ലല്ലോ, വലിയ ചെളി അങ്ങനെ ഒന്നുമില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പുറത്തു പോയിട്ടുള്ള വിശേഷങ്ങൾ. നമ്മളിതേ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകം. ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 500 വീടുകളിൽ മീതെ വരും കേട്ടോ ഇവിടെ. എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ ഇരിക്കണ പറഞ്ഞേ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാം ഒരേപോലെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ റോഡുകളും ഒക്കെ അവർ ചെയ്തേക്കണത് ഇപ്പോൾ ഒരേപോലെ ആയതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഈ നടക്കാനൊക്കെ ഇറങ്ങുമ്പോഴേ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് പരിചയമാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഇനി ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ ഞാൻ രാവിലെ മസാല വെച്ച ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് മട്ടൻ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയത്. പണികൾ ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് പോക്കൊന്നും നടക്കില്ല. എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ചൂടാക്കിയാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണതിന് വലിയ മടിയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ആകെ ഒരു തിക്കും തിരക്കായി പോവും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സവാളയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ശരിക്കും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനിൽ. അപ്പോൾ ഇതാണ് മട്ടൻ ബിരിയാണി. ഇതൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നേരത്തെ വാങ്ങിയിട്ട് വന്ന അച്ചാറൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. നാരങ്ങച്ചാറും പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറും ഒക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പപ്പടം വറുത്തു. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർ ഗോലി
സോഡയും പൊട്ടിച്ചു. പിന്നെ ഞാൻ വേറൊരു കാര്യം നേരത്തെ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുൽഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പൊട്ടിച്ച് അതും കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ. വൈകിട്ടായപ്പോഴത്തേന് നമ്മൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവ് പോലെയും പിന്നെ അതുപോലെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങണത്. സൺഡേ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും. പക്ഷേ എന്താ കാര്യം, ഇവിടെ നൈറ്റ് ഡ്രൈവ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് രാത്രി കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ആകെ ഒരു ഇരുട്ട് മൂടിയ പോലെയാണ്. കടകളാണെങ്കിൽ പോലും 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഫുള്ള് കടകളൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ ആകെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വൈബൊന്നുമില്ല ഇവിടെ. നമ്മളങ്ങനെ ഒരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. കുറച്ച് നടക്കണം കേട്ടോ കടയിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഏത് സ്ഥലത്ത് വന്നാലും നമ്മൾ നേരിടുന്നത് ഈ പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ കടകളൊക്കെ അടച്ച് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇട്ടുകൂടെയെന്ന്. പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ തോന്നണ പോലെയൊക്കെ വഴിയിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ല പിഴയായിരിക്കും കിട്ടുക. നോക്കിയും കണ്ടും നല്ല സ്ഥലങ്ങളും ഒക്കെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ ജെനുവിനായിട്ടുള്ള സ്ഥലത്ത് ഇട്ടാൽ പോലും പണി കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നമ്മളങ്ങനെ ഒരു കഫേയിലേക്കാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഉച്ചക്ക് ബിരിയാണിയൊക്കെ തിന്നോണ്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ചായയും എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണത് ഒരു പാകിസ്ഥാനി കഫേയിലാണ് കേട്ടോ. അപ്പോൾ മാത്രമല്ല ഇവിടെ അടുത്തായിട്ട് കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 8 മണിയായിട്ടും ഇവിടെ കടകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ഈ നേരമാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വന്നേക്കണ കഫേയിലൊക്കെ എന്തോരം കോളേജ് പിള്ളേരാണെന്ന് അറിഞ്ഞാൽ മൊത്തം പിള്ളേരാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, കോളേജിനോട് ചേർന്ന് തന്നെ ഏതെങ്കിലും കഫേകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തിരക്കായിരിക്കുമല്ലോ. അതേപോലത്തെ ഒരു രീതി തന്നെയാണ് ഇവിടെയും. അപ്പോൾ നമ്മളിതേ 2 ടൈപ്പ് ചായയും ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പാകിസ്ഥാനികളുടെ ചായയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരുടെ പാലൊക്കെ ഭയങ്കര കട്ടിയാണ് കേട്ടോ. ഭയങ്കര കട്ടിയിലാണ് അവർ ഈ ചായയൊക്കെ അവർ തരുന്നത്. പിന്നെ നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ, ചീസൊക്കെ ഇട്ടത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ വരുന്ന പിള്ളേരൊക്കെ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടാണ് നമ്മളും വാങ്ങിയത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. രണ്ടാമത് നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചീസ് വെച്ചിട്ട്. ഇത് പാത്തൂന് ഇഷ്ടമാണെന്നും പറഞ്ഞ് വാങ്ങിയതാണ്. ഇതിൽ ഫുള്ള് ചീസായിരുന്നു കേട്ടോ. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്. പിന്നെ നമ്മളൊരു ബീഫിൻ്റെ ഒരു പപ്സാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇറങ്ങിയത്. പുറത്ത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടാണ് നമ്മൾ നടന്നേക്കണത്. ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കണ കാരണേ രാത്രി ഇപ്പോൾ തണുപ്പൊക്കെ ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഒട്ടും ജാക്കറ്റ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റൂല. ഈ കോളേജ് പിള്ളേരെന്താണ് രാത്രിയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുമല്ലേ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിറച്ച് ഹോസ്റ്റലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രാത്രിയിലൊക്കെ കഫേയിലൊക്കെ പിള്ളേർ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, ഹോസ്റ്റലൊക്കെ ഉണ്ടെങ്കിൽ രാത്രികളിലൊക്കെ ഇങ്ങനെ വന്ന് റെസ്റ്റോറൻറ്റിലും കഫേയിലൊക്കെ പിള്ളേരുണ്ടാവും. അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.